മഴയും മിന്നൽ പ്രളയങ്ങളും തുടർച്ചയായ വർഷങ്ങളിൽ പ്രതിസന്ധിയായിട്ടും സ്വയം തയ്യാറാക്കേണ്ട ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിൽ ഉഴപ്പി സംസ്ഥാനത്തെ ഭൂരിഭാഗം തദ്ദേശ സ്ഥാപനങ്ങളും. ചട്ടപ്രകാരം ദുരന്ത നിവാരണ അതോറിറ്റിയിൽ നിന്ന് എല്ലാ വർഷവും പ്ലാനിന് അനുമതി നേടുന്നുണ്ടെങ്കിലും ആദ്യകാലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ടിൽ പേരിന് മാത്രമാണ് മാറ്റം വരുത്തുന്നതെന്നും റിപ്പോർട്ട് പ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഗൌരവം കാണിക്കുന്നില്ലെന്നുമാണ് ഉയരുന്ന ആക്ഷേപം. 2018-2019 പ്രളയങ്ങളുടെ പശ്ചാത്തലത്തിൽ ദുരന്തനിവാരണ സംവിധാനങ്ങളിൽ പ്രാദേശിക ജനപങ്കാളിത്തം അനിവാര്യമാണെന്ന് നിർദ്ദേശിച്ചാണ് റീബിൽഡ് കേരളയുടെ ഭാഗമായി നമ്മൾ നമുക്കായി എന്ന പേരിൽ പദ്ധതി ആരംഭിച്ചത്. വാർഡടിസ്ഥാനത്തിൽ ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ, സന്നദ്ധ പ്രവർത്തകർ, നാട്ടുകാർ എന്നിവർ ഒന്നിച്ചിരുന്ന പദ്ധതി തയ്യാറാക്കണമെന്നാണ് നിർദ്ദേശമെങ്കിലും പ്രാദേശിക തലത്തിലോ ഗ്രാമസഭകളിലോ ഇത്തരം ചർച്ചകൾ നടക്കാറില്ല. പകരം മുൻകാല റിപ്പോർട്ടുകളിൽ നാമമാത്രമായ തിരുത്തലുകൾ വരുത്തി ഉദ്യോഗസ്ഥർ നൽകുകയാണ് പതിവ്. അടിയന്തര ഘട്ടങ്ങളിൽ മുൻഗണന നൽകേണ്ട വയോജനങ്ങൾ, കിടപ്പുരോഗികൾ, ഗർഭിണികൾ, ഭിന്നശേഷിക്കാർ തുടങ്ങിയവരുടെ ലിസ്റ്റ്, ജനസംഖ്യ തുടങ്ങിയവയിൽ ഓരോ വർഷവും വരുന്ന മാറ്റം തുടങ്ങിയവ ഓരോ വർഷവും തിരുത്താറില്ല. വാർഡുതല സമിതികൾ പേരിൽ രൂപീകരിക്കാറുണ്ടെങ്കിലും ദുരന്തമുണ്ടായാൽ എന്ത് ചെയ്യണമെന്ന് അംഗങ്ങൾക്ക് വ്യക്തതയില്ല. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലോക്കൽ അഡ്മിനിസ്ട്രേഷനാണ് മാർഗരേഖയും പ്ലാനിന്റെ മാതൃകയും തയ്യാറാക്കിയത്. എല്ലാ വിവരങ്ങളും കൈവശമുള്ളതിനാൽ പുറത്തുനിന്നുള്ള സഹായം എത്തുന്ന മുമ്പ് തന്നെ രക്ഷാപ്രവർത്തനം ആരംഭിക്കാമെന്നായിരുന്നു പ്രധാന ഗുണം. വിവരശേഖരണം, ദുരന്ത സാധ്യത വിശകലനം, ദുരന്ത ലഘൂകരണ പ്ലാൻ, തയ്യാറെടുപ്പും മുന്നൊരുക്കങ്ങളും, അടിയന്തര പ്രതികരണ സംവിധാനം, പുനരധിവാസവും പുനർനിർമ്മാണവും തുടങ്ങിയവയാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് പ്ലാനിന്റെ പ്രധാന ഘട്ടങ്ങൾ.